പുതുമഴയായി വന്നു നീ എന്ന പാട്ടും വെച്ചിട്ട് യക്ഷിയുടെ വേഷം കെട്ടി നമ്മുടെ നോറക്കുട്ടി വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് എൻട്രി ചെയ്തു. നിന്റെ വെപ്പുമുടി കണ്ടാൽ തന്നെ അറിയാം അത് നോറയാണെന്ന് എന്നും പറഞ്ഞ് സായിയും വീട്ടുകാരും നോറയുടെ അടുത്തേക്ക് കൂടി. നോറയ്ക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല കേട്ടോ, കാരണം നോറയുടെ നടത്തവും ആ മുടിയൊക്കെ ഡിഫറെന്റ് ആണ്. അത് പെട്ടെന്ന് തന്നെ വീട്ടുകാർ കണ്ടുപിടിക്കുകയും ചെയ്തു. ലിവിംഗ് റൂമിൽ ഉണ്ടാക്കിയ സീക്രട്ട് റൂമില് കുറച്ച് സമയം മാത്രമേ നോറ ഇരുന്നിട്ടുള്ളൂ. കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കാനും കാണാനും സാധിച്ചു. ജാസ്മിന്റെ കുറച്ച് സംസാരങ്ങളും അതേപോലെ അഭിഷേകിന്റെ പെട്ടിയെ കുറിച്ചുള്ള സംസാരങ്ങളും സായിക്ക് ഇപ്പൊ പേടിയായി തുടങ്ങി, കൺഫ്യൂഷനിലാണ് എന്നൊക്കെയുള്ള കുറച്ച് സംസാരങ്ങളാണ് നോറ കേട്ടത്. കുറെ കേട്ടിട്ടുണ്ടാവും, ലൈവിലായിരിക്കും കൂടുതൽ കാണിച്ചിട്ടുണ്ടാകുക. പക്ഷെ എപ്പിസോഡ് കുറച്ച് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഒന്നും മറ്റുള്ള മത്സരാർത്ഥികളുടെ കയ്യിൽ നിന്നും നോറയ്ക്ക് കിട്ടിയിട്ടില്ല. പിന്നീട് ബിഗ് ബോസ് അഭിഷേക് ഒഴികെ ബാക്കി എല്ലാവരും ഈ ആഴ്ചത്തെ നോമിനേഷൻ പ്രോസസ്സിലുണ്ടെന്ന് അറിയിച്ചു. കുറച്ച് ദിവസങ്ങളായി ഗബ്രിയുടെ ഓർമ്മ ഒരു പിടി പോലും ജാസ്മിൻ ഉണ്ടായില്ല എന്ന് വേണം പറയാൻ. നമ്മളാരും കണ്ടിട്ടുമില്ല. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ ജാസ്മിൻ ഗബ്രിയുടെ പേര് എടുത്തിട്ടു. എപ്പിസോഡിൽ ഗബ്രി എന്ന പേര് കാണിച്ചതേ ഇല്ല കേട്ടോ. ലൈവിൽ അത് കൃത്യമായിട്ടുണ്ടായിരുന്നു. എന്തിനായിരിക്കും ജാസ്മിൻ പെട്ടെന്ന് ഗബ്രിയുടെ പേര് എടുത്തിട്ടെന്ന് മനസ്സിലായോ? ഇനി വരുന്ന ആഴ്ചകളിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോയ മത്സരാർത്ഥികൾ തിരിച്ചു വരും. കൂട്ടത്തിൽ ഗബ്രിയും ഉണ്ടാകും. അപ്പോൾ ഒരു ഇമോഷണൽ സീൻ ക്രിയേറ്റ് ചെയ്യാനും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും വേണ്ടി മാത്രമാണ് ജാസ്മിൻ ഗബ്രിയുടെ പേര് വലിച്ചിട്ടത്. അതിന് ജിൻഡോ കൃത്യമായി മറുപടി പറയുന്നുണ്ട്. നീ ആ കാര്യം ഇവിടെ കൊണ്ടുവരണ്ട, ഇപ്പം കുറച്ച് നന്നായിട്ട് പോകുന്നുണ്ട്, അതും കൂടി ഇല്ലാതാക്കല്ലേ എന്ന് ജാസ്മിനോട് നല്ലൊരു ഉപദേശം പോലെ തന്നെ ജിൻഡോ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതുപോലും ചെവി കൊള്ളാതെ ജിൻഡോയുടെ അടുത്ത് അടികൂടാനാണ് ജാസ്മിൻ ശ്രമിച്ചത്. ഈ വഴക്കിനിടയിൽ ജാസ്മിൻ ജിൻഡോയോട് പറയുന്ന കുറച്ച് ഡയലോഗുകളുണ്ട്. ജിൻഡോയെ പോലെ ജാസ്മിൻ കള്ളം പറയാറില്ല എന്ന്. ജാസ്മിനെ ഒന്ന് ആലോചിച്ചു നോക്കിയേ, നീ കള്ളം പറഞ്ഞ കാരണം ജീവിതം വഴിമുട്ടിയ ഒരു ചെറുപ്പക്കാരനുണ്ട് പുറത്ത്. ആ ചെറുപ്പക്കാരനോട് നീ പറഞ്ഞതൊക്കെ കള്ളമായിരുന്നില്ലേ? ആ ചെറുപ്പക്കാരനെ കുറിച്ച് നീ ബിഗ് ബോസ് ഹൗസിനകത്ത് പറഞ്ഞതൊക്കെ കള്ളമായിരുന്നില്ലേ? അപ്പോ ഒന്നാമത്തെ വാദം പൊളിഞ്ഞു. രണ്ടാമതായിട്ട് ജാസ്മിൻ പറഞ്ഞത് സ്നേഹിക്കുന്നവരുടെ കൂടെ ജാസ്മിൻ ചാകുന്നവരെ കൂടെ നിൽക്കും എന്നാണ്. ഇതേ കാരണം എടുത്തു കഴിഞ്ഞാൽ നീ സ്നേഹിച്ചതാണ് അഫ്സലിനെ. ആ അഫ്സലിനെ ചവിട്ടി പുറത്താക്കി കൊണ്ടാണ് നീ ഗബ്രിയോട് ഈ ചേഷ്ടകളൊക്കെ കളിച്ചത്. ഇങ്ങനെ സ്നേഹിക്കുന്ന ഒരാൾ പുറത്തുണ്ടെന്ന വിചാരം പോലും നിനക്കുണ്ടായിരുന്നില്ലല്ലോ ജാസ്മിനെ. അപ്പൊ പറഞ്ഞു വന്നത്, ഗബ്രിയെ കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോഴും ജാസ്മിൻ ഉണ്ടെന്ന് തോന്നുന്നു. സ്വന്തം ഉപ്പയും ഉമ്മയും ഉള്ളിൽ വന്നിട്ട് നല്ല ഹിന്റുകളൊക്കെ കൊടുത്തിട്ടും ഒരു തുള്ളി പോലും മാറാൻ ജാസ്മിൻ തയ്യാറായില്ല എന്നാണ്. പക്ഷെ ഇത്രയും ദിവസം ഇത് മറച്ചു വെച്ചത് എന്തിനാണെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അപ്പൊ അതിനർത്ഥം ഞാൻ മുമ്പേ പറഞ്ഞു തന്നെയാണ്, ഇനിയിപ്പോ ഗബ്രി ബിഗ് ബോസ് ഹൗസിലേക്ക് എൻട്രി ആകും. അപ്പൊ എന്തെങ്കിലും ഒരു ഇമോഷണൽ ഡ്രാമ കാണിക്കണമല്ലോ, അത് കാണിച്ചിട്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കണം. ഇതിന് വേണ്ടിയിട്ടുള്ള നാടകം തന്നെയാണ് ഇത്. ഇനി എന്ത് പറയാൻ, ഇനി ആകെ 2 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. ജാസ്മിന്റെ കാര്യം ജാസ്മിന്, ബാക്കിയൊക്കെ നമുക്ക് പുറത്ത് വന്നിട്ട് നോക്കാം. അടുത്തൊരു ടാസ്ക് ആയിരുന്നു. ഒരു മേഴ്സ് ഉണ്ടാവും, അതിലൊരു പന്ത് ഉണ്ടാവും. ആ പന്ത് മുമ്പേ ചെറുപ്പത്തിലൊക്കെ കളിച്ച കളിയാണ്. ആ പന്ത് ആ കളങ്ങളിലൂടെ കൊണ്ടുപോയിട്ട് ആ സെന്ററിലുള്ള കളത്തിലെത്തിക്കണം. ഇതായിരുന്നു ടാസ്ക്. 2 പേരായിട്ടാണ് ടാസ്ക് കളിക്കേണ്ടത്. ടാസ്കിൽ വിജയിച്ചത് അഭിഷേകം ഋഷിയാണ്. സമ്മാനമായിട്ട് ലഭിച്ചത് മാമ്പഴമായിരുന്നു. അടുത്തതൊരു ടാസ്ക് ആയിരുന്നു. സ്പോട്ട് ലൈറ്റിൽ നിന്നുകൊണ്ട് മിറർ നോക്കിയിട്ട് സ്വന്തം കാര്യങ്ങൾ സംസാരിക്കണം. ഇതായിരുന്നു ടാസ്ക്. സംസാരിച്ചത് ജിൻഡോ ആയിരുന്നു. വളരെ മനോഹരമായിട്ട് തന്നെ ജിൻഡോ സംസാരിച്ചു. എന്തുകൊണ്ടാണ് ഇത് എപ്പിസോഡിൽ കാണിച്ചതെന്നുള്ള സംശയം ഇപ്പോഴും നിലവിലുണ്ട്. കാരണം ടിക്കറ്റ് ഫിനാൽ ടാസ്കിലെ 2 ടാസ്കുകൾ ജിൻഡോയുടെ പ്രകടനങ്ങൾ എപ്പിസോഡിൽ കാണിച്ചിരുന്നില്ല. അതിനെതിരെ ഭയങ്കര വിമർശനങ്ങൾ ബിഗ് ബോസിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ജിൻഡോയുടെ ഈ സെഗ്മെന്റ് എപ്പിസോഡിൽ കാണിച്ചത്. ജിൻഡോ ആണെങ്കിൽ വളരെ മനോഹരമായിട്ട് തന്നെ സംസാരിച്ചു. എനിക്ക് വേണ്ടി ഒരു പെൺകുട്ടി പുറത്ത് കാത്തിരിപ്പുണ്ട്. എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കും. ആ പെൺകുട്ടി വന്നില്ലെങ്കിൽ ഞാൻ വേറൊരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചിട്ട് അമ്മയ്ക്ക് വേണ്ടി ഞാൻ കല്യാണം കഴിക്കും. ആദ്യ ആഴ്ചകളിൽ ഇവരൊക്കെ എന്നെ മണ്ടനെന്നും കള്ളനെന്നും പറഞ്ഞിരുന്നു. എനിക്ക് സംസാരിക്കാനുള്ള കഴിവില്ല, അത് ഞാൻ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെയൊക്കെ മണ്ടനെന്നും കള്ളനെന്നും വിളിച്ചവരുടെ മുന്നിൽ ഞാൻ അതിനെയൊക്കെ ഇംപ്രൂവ് ചെയ്തിട്ട് ഇപ്പോ ഈ സ്ഥിതിയിൽ വന്ന് നിൽക്കുന്നു. അത് എന്റെ കഴിവ് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു മോട്ടിവേഷൻ ആയിരുന്നു ജിൻഡോ നടത്തിയത്. ഇതൊക്കെയാണ് എപ്പിസോഡ് വിശേഷങ്ങൾ. അതേപോലെ 2 പ്രൊമോ വന്നിട്ടുണ്ട്. ആദ്യത്തെ പ്രൊമോയിൽ സായി ഒരു രാജാവിനെ പോലെയാണ് കണ്ടത്. അതെ, നാട്ടുരാജാവ് എന്നൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ്. അതിൽ സായി മത്സരാർത്ഥികളെ കൊണ്ട് ആംഗ്യ ഭാഷയിൽ മാത്രം സംസാരിക്കണം എന്നുള്ള ഒരു പണിഷ്മെന്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. നാളെ എന്തായി തീരുമെന്ന് കാണാം. അതേപോലെ CID രാംദാസ് വന്നിട്ട് ഇതാണ് മണി ബോക്സ്, ഇത് തൊട്ടവർ എടുക്കണം, എടുത്തവർ പുറത്തു പോകണം എന്നൊരു അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് ശ്രീത് വിളിച്ചു പറയുന്നുണ്ട് തൊട്ടു എന്ന്. അത് മണി ബോക്സ് തൊട്ടതാണോ അല്ല വേറെന്തെങ്കിലും കാര്യം തൊട്ടതാണോ എന്നൊന്നും അറിയില്ല. പണപ്പെട്ടിയിൽ വെച്ചത് 5 ലക്ഷം രൂപയായിരുന്നു കേട്ടോ. ഇപ്പോ അൻസിഫ് മൂൺലൈറ്റ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിൽ
അത് എടുത്തു എന്നുള്ളൊരു അപ്ഡേഷൻ പറഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരു യൂട്യൂബ് ചാനൽ കേട്ടോ. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് സംഭവിക്കാറുമുണ്ട്. അതേപോലെ അദ്ദേഹത്തിന് കൃത്യമായ അപ്ഡേറ്റ്സ് കിട്ടാറുമുണ്ട്. ഞാൻ നല്ലോണം ഫോളോ ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. നിങ്ങൾ എല്ലാവരും പോയിട്ട് ആ ചാനൽ ഒന്ന് കാണണം. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അൻസിഫ് മൂൺലൈറ്റ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ വിവരം അനുസരിച്ചിട്ടാണ് ഞാനിവിടെ പറയുന്നത്. എടുത്തു എന്നാണ് അൻസിഫ് പറയുന്നത്. നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. ആരാ എടുത്തത് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ വിവരം അറിയില്ല. സായി ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത. അപ്പോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.